ഡൽഹി രാഷ്ട്രീയം വീണ്ടും പുകയുകയാണ്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി ബി.ജെ.പി. വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ലോധി റോഡിലെ കെജ്രിവാളിന്റെ പുതിയ ഔദ്യോഗിക വസതിയെ കേന്ദ്രീകരിച്ചാണ് പുതിയ വിവാദം. ഈ വസതിയെ പുതിയ ശീഷ് മഹൽ എന്ന് വിശേഷിപ്പിച്ച ബി.ജെ.പി. കെജ്രിവാളിനെ ഡൽഹിയിലെ റഹ്മാൻ ഡക്കോയിറ്റ് അഥവാ ഡൽഹിയിലെ കൊള്ളക്കാരൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുതിയ വിവാദം? എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ ആരോപണങ്ങൾ? നേരത്തെ സിവിൽ ലൈൻസിലെ വസതിയിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ മോടി പിടിപ്പിക്കൽ വലിയ വിവാദമായിരുന്നു. അന്ന് ശീഷ് മഹൽ എന്ന് വിളിച്ചാണ് ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയെ നേരിട്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കെജ്രിവാൾ താമസം മാറിയ ലോധി റോഡിലെ വസതിയും സമാനമായ ആഡംബരങ്ങൾ നിറഞ്ഞതാണെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ബി.ജെ.പി. ഡൽഹി യൂണിറ്റ് പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവാണ് ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സാധാരണക്കാരന്റെ പ്രതിനിധിയായി സ്വയം വിശേഷിപ്പിക്കുന്ന കെജ്രിവാൾ ഇത്രയും വലിയ ആഡംബരങ്ങൾ ജീവിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് ബി.ജെ.പി. വാദിക്കുന്നു. ഈ പോരാട്ടത്തിൽ ബി.ജെ.പി. ഉപയോഗിച്ച വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. കെജ്രിവാളിനെ അവർ റഹ്മാൻ ഡക്കോയിറ്റ് എന്ന് വിളിച്ചു. ആരാണ് റഹ്മാൻ ഡക്കോയിറ്റ്? 1960കളിലെയും 70കളിലെയും ബോളിവുഡ് സിനിമകളിൽ കാണുന്ന തരം കൊള്ളക്കാരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ പണം മോഷ്ടിക്കുകയും എന്നാൽ പുറമെ മാന്യമായി നടിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നാണ് ഇതിലൂടെ ബി.ജെ.പി. അർത്ഥമാക്കുന്നത്. ഡൽഹിയുടെ ഖജനാവിലെ പണം കെജ്രിവാൾ തന്റെ ആഡംബരങ്ങൾക്കായി ദൂർത്തടിക്കുകയാണെന്നും ഇതൊരു തരത്തിലുള്ള പകൽ കൊള്ളയാണെന്നും സച്ദേവ് ആരോപിക്കുന്നു. കെജ്രിവാളിന്റെ രാഷ്ട്രീയ മാറ്റത്തെ ആം ആദ്മിയിൽ നിന്ന് ഖാസ് ആദ്മിയിലേക്കുള്ള പരിവർത്തനമായാണ് ബി.ജെ.പി. ചിത്രീകരിക്കുന്നത്. പുതിയ വസതിയിലെ സൗകര്യങ്ങളെക്കുറിച്ച് ബി.ജെ.പി. നിരത്തുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത വില കൂടിയ ഫിറ്റിംഗുകൾ, അത്യാധുനികമായ ബാത്ത് ടബുകൾ, ആഡംബരങ്ങളായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് ബി.ജെ.പി. പരാമർശിക്കുന്നു. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ തുക കെജ്രിവാളിന്റെ സ്വകാര്യ സുഖ സൗകര്യങ്ങൾക്കായി ചെലവഴിച്ചു. ഡൽഹിയിലെ ചേരികളിൽ താമസിക്കുന്നവർക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ദൂർത്ത് നടക്കുന്നത്, ബി.ജെ.പി. നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബി.ജെ.പി. നിരന്തരം ശ്രമിക്കുകയാണെന്നും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത്തരം തരം താഴ്ന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അവർ വാദിക്കുന്നു. കെജ്രിവാളിനെതിരെയുള്ള ബി.ജെ.പിയുടെ പകപോക്കലാണിതെന്ന് എ.എ.പി. പ്രവർത്തകർ പറയുന്നു. എങ്കിലും പുതിയ വസതിയിലെ ആഡംബരങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ മറുപടി നൽകാൻ പാർട്ടി പാടുപെടുന്നുണ്ട്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശീഷ് മഹൽ വിവാദം വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സാധാരണക്കാരന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എ.എ.പിക്ക് ഇത്തരം ആഡംബര ആരോപണങ്ങൾ വലിയൊരു വെല്ലുവിളിയാണ്. കെജ്രിവാൾ ഇതിനെ എങ്ങനെ നേരിടുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.